ഗതാഗത വിഷയങ്ങൾ, ഈ വിഷയങ്ങൾ പൊതുജനത്തിന് ഗുണകരമാകുമോ അതോ ദോഷകരമാകും? കച്ചവടക്കാർ പിന്നെ യാത്ര എളുപ്പമാകട്ടെ എന്ന് വിചാരിക്കുന്ന സഞ്ചാരികൾ അല്ലെങ്കിൽ യാത്രക്കാർ, ഈ വിഷയമാണ് നാം ഇന്ന് ഇവിടെ ചർച്ചയാക്കുന്നത്. ഓരോ നിമിഷവും ഓരോ കഥകളാണ്. ചിലപ്പോൾ അത് സ്വപ്നങ്ങളാണ്, മറ്റു ചിലപ്പോൾ ആഘോഷങ്ങളും. പുതിയ ശീലങ്ങൾ പകർന്നു നൽകുമ്പോൾ അത് അംഗീകാരവുമാണ്. ഒത്തുചേരലുകൾ ഇരട്ടി മധുരമാക്കുന്ന അമൂല്യമായ സമ്മാനങ്ങൾ പോലെ കഥകൾ നിങ്ങളുടെ ആഭരണം പറയട്ടെ. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കൊട്ടിയം ട്രഷറർ ന്യൂ കേരള ഷാജി അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ്. ഈ വികസനം നമുക്ക് ആവശ്യമാണ്. ഇവിടെ റോഡ് വികസനം കൊണ്ട് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വ്യാപാര മേഖല ആകെ തകർന്നു പോയിരിക്കുകയാണ്. ഇവിടുത്തെ NH റോഡിലുള്ള വ്യാപാര സ്ഥാപനങ്ങൾ 50% ഇപ്പോൾ പ്രവർത്തനരഹിതമാണ്, അതായത് പൂട്ടിയിട്ടേക്കുകയാണ്. പലതും നമുക്ക് ബോർഡ് വെച്ച് കിടക്കുന്ന കാണാം, വാടകയ്ക്ക് എടുക്കാൻ ഒരു മനുഷ്യരില്ലെന്ന്. വ്യാപാര സ്ഥാപനങ്ങളിൽ തുറന്നിരിക്കുന്ന വേറെ ജോലി അറിഞ്ഞുകൂടാത്തതുകൊണ്ട്, അതായത് മറ്റ് പ്രവൃത്തികൾ ചെയ്യാൻ പ്രവൃത്തി ശീലമില്ലാത്തതുകൊണ്ട് വ്യാപാര സ്ഥാപനങ്ങൾ അവർ നടത്തിപ്പോവുകയാണ്. യാതൊരു വിധ വരുമാന മാർഗങ്ങളും നിലനിർത്താൻ പറ്റാത്ത രീതിയിലാണ് അവർ ഇന്ന് തുറന്നിരിക്കുന്നു എന്നുള്ളത് മാത്രം. അതായത് പ്രവർത്തനം കൊണ്ട് യാതൊരു ഫലവും ഇല്ലാത്ത രീതിയിലാണ് ഇന്ന് വ്യാപാര സ്ഥാപനങ്ങളെല്ലാം നടത്തിക്കൊണ്ട് പോകുന്നത്. പിന്നെ ഇവിടുത്തെ റോഡിൻ്റെ പ്രശ്നം തന്നെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ വികസനം മൂലം കൊട്ടിയം NHൻ്റെ ഭൂപടത്തിൽ ഇല്ലാതാവും എന്നുള്ളതാണ്. മുകളിൽ കൂടെ NHൽ വരുന്ന വാഹനങ്ങൾ പോകുമ്പോൾ കൊട്ടിയത്ത് അതിൻ്റെ ആ വ്യാപാര സാധ്യതകൾ 50% ഇല്ലാതായിരിക്കുകയാണ്. ഈ വ്യാപാര സ്ഥാപനത്തിലോട്ട്, അതായത് കൊട്ടിയത്തെ നിരവധി സ്ഥാപനങ്ങളാണുള്ളത്. കൊട്ടിയം ഹോളി ക്രോസ്, കിംസ്, പോളിടെക്നിക്ക്, നിരവധി ITകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അതങ്ങനെ നമ്മൾ കണക്കൂട്ടുമ്പോൾ കൊട്ടിയത്ത് വന്നു പോകുന്നത് ഏകദേശം 1 ലക്ഷം പേരാണ്. തൊഴിലടിസ്ഥാനത്തിലായാലും അതിൻ്റെ പഠിക്കാനുള്ളതായാലും വിദ്യാഭ്യാസ മേഖലയായാലും എല്ലാം നമ്മൾ നോക്കുമ്പോൾ ഏകദേശം 1 ലക്ഷം പേരാണ് യാത്രക്കാരായിട്ട് കൊട്ടിയത്ത് വന്നു പോകുന്നത്. വിദ്യാർത്ഥികൾക്ക് ഒരു 2 കിലോമീറ്ററോളം ചുറ്റിക്കറങ്ങി വേണം ഇനി അവരുടെ സ്ഥാപനത്തിലോട്ട് വരാൻ. അത്രയ്ക്ക് മുമ്പ് കൊട്ടിയം ജംഗ്ഷനിൽ 4 സൈഡിലും ബസ് സ്റ്റോപ്പുള്ളത് ഇനിയിപ്പം 1 കിലോമീറ്ററോളം മാറിയാണ് ബസ് സ്റ്റോപ്പുകൾ വരുന്നത്. ഓട്ടോറിക്ഷകൾ സ്റ്റാൻഡെല്ലാം NH റോഡിന് സമീപമായിരുന്നു. ഓട്ടോറിക്ഷയായാലും ടാക്സി സ്റ്റാൻഡെല്ലാം, അതുപോലെ മിനി ലോറികൾ, ഇതെല്ലാം അവിടെ ഏകദേശം 10-100ഓളം വാഹനങ്ങളാണ് ഇവർക്കെല്ലാം ഉള്ളത്. അപ്പോൾ ഈ വാഹനങ്ങളെല്ലാം ഇന്ന് നിശ്ചലമായിരിക്കുകയാണ്. 40 ടാക്സികൾ ഉണ്ടായിരുന്നിടത്ത് ഇന്ന് 4 പോലും പ്രവർത്തിക്കുന്നില്ല. അതുപോലെ ഓട്ടോ സ്റ്റാൻഡ് കൊട്ടിയം ജംഗ്ഷനിൽ ഉണ്ടായിരുന്നത് ഇന്ന് ഇവിടെയുള്ള യാത്രക്കാർക്കെല്ലാം ബുദ്ധിമുട്ട് വരുന്നത്. അവർ നേരെ ഹോളി ക്രോസിൽ പോകുന്നതിന് 1/2 കിലോമീറ്റർ പോലും ദൂരമില്ല. എന്നാൽ അവരിന്നിപ്പം 2-3 കിലോമീറ്റർ ചുറ്റിക്കറങ്ങി വേണം ഹോളി ക്രോസിൽ പോകാൻ. അപ്പോൾ അതിന് മൂലം ഉണ്ടാകുന്ന ഈ കാൽനട യാത്രക്കാർ ഇല്ലാതായി. അത് കാരണം വ്യാപാര സ്ഥാപനങ്ങളിലോട്ട് ആരും കയറാതായി. അപ്പോൾ വ്യാപാരത്തിന് 50% നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അത് നികുതി ഇനത്തിലായാലും ജനത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടിൻ്റെ കാര്യത്തിലായാലും നമുക്ക് ഈ ഇവിടുത്തെ കൊട്ടിയം നിവാസികൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന് എന്താണ് ഇപ്പം നിങ്ങൾ മുമ്പേ ഇതിനു വേണ്ടി എന്തെങ്കിലും, ഇതൊക്കെ നേരത്തെ ആയതാണല്ലോ, അതെ, മുതൽ നിങ്ങൾക്ക് തയ്യാറെടുപ്പുകൾ ഉണ്ടായിരുന്നു? അന്ന് മുതൽ ഞങ്ങൾ പലവിധ പ്രക്ഷോഭങ്ങൾ, പല കാരണങ്ങൾ പറഞ്ഞ് ഇവിടെ പല പ്രക്ഷോഭങ്ങളും സംഘടിപ്പിച്ചു. പക്ഷെ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാക്കി തന്നില്ല. എല്ലാം സമീപിച്ചു, സംസ്ഥാന സർക്കാരിനെയും ഇവിടുത്തെ MLA-മാരെ എല്ലാവരെയും സമീപിച്ചു. ഇവിടെ അണ്ടർ പാസേജ് തന്നെ നമുക്ക് ഉണ്ടാകണം. ഇവിടുത്തെ ഓവർബ്രിഡ്ജ് ഏകദേശം നമ്മളെ ഡിവൈഡറിൻ്റെ ലെങ്തിലെങ്കിലും ഉണ്ടാകണമെന്നുള്ള ആവശ്യമായിരുന്നു ഞങ്ങൾ മെയിനായിട്ട് ഉന്നയിച്ചത്. പക്ഷേ അതിൻ്റെ അകത്ത് നമുക്ക് ഭാഗികമായിട്ടുള്ള ഒരു വിജയം മാത്രമേ ഉണ്ടായുള്ളൂ.
ആകെ ഒരു അണ്ടർ പാസേജ് മാത്രമാണ് കിട്ടിയത്. അത് കാരണമുള്ളതെന്ന് പറയാം പരസ്പരം, അതായത് രണ്ട് സൈഡിലും വേർതിരിച്ച് മതിൽ വന്ന് വേർതിരിച്ച് മാറുകയാണ് വ്യാപാര സ്ഥാപനങ്ങൾ. റോഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായത് മൂലമാണോ ഈ വിഷയം, അതോ എങ്ങനെയാണ്? ഈ പാലം വരുന്നതോടെ മതിൽ കെട്ടി മറയ്ക്കുകയാണ്. ഇവിടുന്ന് ഏകദേശം 1/2 കിലോമീറ്റർ രണ്ട് സൈഡിലോട്ടും അതിൽ കെട്ടി മൊത്തത്തിൽ മറയുകയാണ്. ജംഗ്ഷനിൽ മാത്രമാണ് ഒരു അണ്ടർ പാസേജ് വരുന്നത്. 1 കിലോമീറ്ററോളം വരും. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജംഗ്ഷനെ രണ്ടായിട്ട് വിഭജിക്കുന്നതിന് തുല്യം തന്നെയാണ് ഈ മതിൽ കെട്ടി മറയ്ക്കുമ്പോൾ. ഈ ഇപ്പുറത്തുള്ള കച്ചവടക്കാർക്ക് ബുദ്ധിമുട്ട്, യാത്രക്കാർക്ക് ബുദ്ധിമുട്ട്, വാഹനങ്ങൾക്ക് സർവീസ് റോഡിലുള്ള കടകളുടെ സമീപിക്കത്തില്ല. ഇല്ല, ഇനി സർവീസ് റോഡിലോട്ട് ആരും ഇറങ്ങത്തില്ല. NH റോഡിൽ വരുന്ന വാഹനം, അതായത് എറണാകുളത്തുനിന്നോ കരുനാഗപ്പള്ളിയിൽ നിന്നോ ആലപ്പുഴയിൽ നിന്നോ ഒക്കെ വരുന്ന വാഹനങ്ങൾ കൊട്ടിയം കാണുന്നില്ല. കൊട്ടിയത്ത് ഏകദേശം ഒരു തെങ്ങിൻ്റെ ഉയരമുള്ള ഏകദേശം 60 അടിയോളം ഹൈറ്റിലാണ് ഓടിപ്പോകുന്നത്. അപ്പോൾ ഈ പോകുന്ന വാഹനങ്ങളൊന്നും കൊട്ടിയം കാണത്ത പോലുമില്ല. പിന്നെ കൊട്ടിയത്തുള്ള നിവാസികൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് ഈ പറഞ്ഞത്. ആദ്യമായിട്ട് ഈ ചാനലുകാർക്ക് ഞാനൊരു നന്ദി പറയുകയാണ്. കാരണം ചാനലുകാരായാലും പത്രക്കാരായാലും ഒരു പ്രശ്നം വന്ന് ജനങ്ങൾ വലഞ്ഞ് എന്തെങ്കിലും ഒരു സ്വൈരതകര് വരുമ്പോൾ, അതായത് കറക്റ്റായിട്ട് പറഞ്ഞാൽ ഒരു അപകടം പറ്റി അവർ മരിക്കുക, അതുപോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ കൂവെന്നും പറഞ്ഞ് കൂടി വന്ന് അവരൊരു ബഹളം വയ്ക്കും. ഒരു സെൻസേഷൻ ന്യൂസായിട്ട് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച 3 ആഴ്ച അല്ലെങ്കിൽ 1 മാസത്തോളം നടക്കും. അപ്പോൾ അവർക്ക് വേറൊരു കാര്യം കിട്ടും, അതിൻ്റെ പിറകെ പോകും. അല്ലാതെ ഇതുപോലുള്ള കാര്യങ്ങളിൽ അവരാദ്യം തലയിടാതെ ഇല്ല. അവർക്ക് വേണ്ട ഒരു സെൻസേഷൻ ന്യൂസാണ് അത് അവർ വരുന്നതെന്ന് വെച്ചാൽ ഇതുകൊണ്ട് ജനങ്ങൾ പൊറുതി മുട്ടി ഏറ്റവും കൂടുതൽ രൂക്ഷമായ പ്രശ്നങ്ങൾ എപ്പോഴുണ്ടാകുന്നു അത് കഴിയുമ്പോൾ അവരിറങ്ങി വരും. അത് വരുന്നത് അവരുടെ സെൻസേഷൻ ന്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. പിന്നെ ഇതുപോലുള്ള വികസനങ്ങൾ വരുന്നത് VIP-കൾക്ക് മാത്രമാണ്. ഈ റോഡ് കൊണ്ടുള്ള ഉപയോഗവും ആ VIP-കൾക്കല്ലാതെ സാധാരണക്കാരന് ഒരു ഗുണവും ഇല്ല. എന്തിനാണ് ഇത് ചെയ്ത് കോടാനകോടി രൂപ ഇപ്പം നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ കാശുണ്ടെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാർക്ക് എന്തെല്ലാം ചെയ്യാം, ഇവിടുത്തെ വ്യാപാരം വികസിപ്പിക്കാം. ഇപ്പം തന്നെ കോർപ്പറേറ്റുകൾ വന്നിട്ട് പലതരത്തിലുള്ള വ്യാപാരങ്ങൾ കൊണ്ടുപോവുകയാണ്. ഇവിടുത്തെ സാധാരണക്കാരന് എവിടെയെങ്കിലും ഒരു കൊച്ചു പീടിക വെച്ചോ അവൻ്റെ പെണ്ണുമ്പണ്ട മാല താലിമാലയോ അല്ലെങ്കിൽ ഏതെങ്കിലും പണയം വെച്ച് അവന് ഒരു ചെറിയൊരു മുറുക്കാൻ കടയോ അല്ലെങ്കിൽ ഒരു പഴക്കടയോ എന്തെങ്കിലും കൊച്ചു ബിസിനസ് തുടങ്ങിയാൽ അത് മേടിക്കാൻ അവിടെ വരാൻ ആളില്ല. എല്ലാവരും VIP-കളുടെ കോർപ്പറേറ്റുകളുടെ ബിസിനസ്സിൻ്റെ പിറകെ പോവുകയാണ്. ഇപ്പോൾ കൊട്ടിയത്തും അതാണ് നടക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടുന്ന് കൊട്ടിയത്തുനിന്ന് കൊല്ലത്തോട്ട് പോകുന്നവർക്ക് ഈ സൈഡിൽ ഇടത് സൈഡിലുള്ള കടകൾ മാത്രമേ ആശ്രയിക്കാൻ പറ്റൂ. ആ കച്ചവടക്കാർക്ക് അവരുടെ കച്ചവടം മാത്രമേ ചിലപ്പോൾ കിട്ടൂ. ആ സമയം അതുപോലെ പിന്നെ കൊല്ലത്തുനിന്ന് കൊട്ടിയത്തോട്ട് വരികയാണെങ്കിലും അതുപോലെ വലത് സൈഡിൽ പറഞ്ഞു വരുന്നത്, അതായത് ഇനി ഈ പറയുന്ന വികസനങ്ങൾ നിങ്ങൾ സമിതികളും എല്ലാം കൂടെ ഒരു സമര പദ്ധതികളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാസങ്ങൾക്ക് മുമ്പായിരുന്നല്ലോ നിങ്ങൾ സമര അനിശ്ചിതകാല സമരങ്ങളും കാര്യങ്ങളും ഞങ്ങൾ കവർ ചെയ്തതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിന് നാടിനെ അറിഞ്ഞുകൊണ്ടൊരു വികസനം നടത്തിയില്ല എന്നുള്ളതാണോ നിങ്ങളുടെ പരാതി? കറക്റ്റായിട്ടാണ്. കാരണം എന്ന് വെച്ചാൽ ഇന്ന് പഠിച്ചു വരുന്ന പിള്ളേർ ആരായാലും മന്ത്രി മുതൽ താഴോട്ടിറങ്ങി പഠിച്ചു വരുന്ന എഡ്യൂക്കേറ്റഡ് ആയി വരുന്ന കുട്ടികളാറേ അവർക്ക് പ്രാക്ടിക്കലി ഇല്ല, തിയറി മാത്രമേ അറിയാവൂ. ഈ റോഡിന്റെ അതിൻ്റെയാണ് ഈ കാണുന്നതിന്റെ മൊത്തം എന്ന് വെച്ചാൽ തിയറി മാത്രം പഠിച്ചു വരുന്ന കുട്ടികൾ അറിയുന്നില്ല, പ്രാക്ടിക്കലില്ല. ഇവിടുത്തെ മന്ത്രിമാർക്ക് പ്രാക്ടിക്കലില്ല, ഇവിടുത്തെ സാധാരണക്കാർക്ക് പ്രാക്ടിക്കലായിട്ടൊന്നും ചിന്തിക്കാറില്ല. സാധാരണക്കാരന് പ്രാക്ടിക്കൽ അറിയാം, കാരണം അവൻ കുഞ്ഞിലെ ഓരോന്ന് കണ്ടു വളർന്നു വരുന്നവനാണ്. ചില മുഹൂർത്തങ്ങൾ, ചില പരീക്ഷണങ്ങൾ, എന്നിൽ ഞാൻ എന്നെ തന്നെ തിരയുന്ന നിമിഷങ്ങൾ, അവിടെയൊക്കെ എന്നിൽ ആത്മവിശ്വാസം നിറയ്ക്കുന്ന പുഞ്ചിരി.
ചെറിയൊരുക്കങ്ങൾ, പിന്നെ അകം നിറയുന്ന ചില തിളക്കങ്ങൾ. ഈ ലോകത്തിൽ ഏറ്റവും അമൂല്യമായത് ഞാൻ തന്നെയാണെന്ന് തിരിച്ചറിയുന്ന നിമിഷങ്ങൾ. അതെ, അമൂല്യമാണ് ഞാൻ, എന്റെ സ്വർണവും. ചുങ്കത് ഗോൾഡ്, പ്രഷ്യസ് ലൈക്ക് മീ. വികസനം വ്യാപാരികളെ ആണ് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ യാത്രക്കാർക്ക് ഈ പ്രദേശങ്ങളിലുള്ള ചില യാത്രക്കാരെയും ദൂരെ നിന്ന് വരുന്നവരെ മാത്രമല്ല, ഈ പ്രദേശത്തുള്ള ചില യാത്രക്കാരെയും കൂടെയാണ് ബാധിച്ചിരിക്കുന്നത്. ഇവിടെ ഓട്ടോ സ്റ്റാൻഡ്, ഈ പറയുന്ന സ്ഥലത്ത് ഈ ഒരു ഏരിയയിൽ അനേകം ഓട്ടോ സ്റ്റാൻഡുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. വികസനം എന്ന് പറഞ്ഞത് അനിവാര്യമായ ഘടകമാണ്. വരുന്ന തലമുറയ്ക്ക് വേണ്ടി ഈ രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുന്നതിൽ എല്ലാ വ്യാപാരികളും സന്തോഷവാനായിരുന്നു. പക്ഷേ ഈ രീതിയിൽ വരുമ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നു പറഞ്ഞാൽ ഇരു സൈഡിലുള്ള എല്ലാ ചെറുകിട വ്യാപാരികളെയും നല്ല രീതിയിൽ ഈ ബിസിനസ് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. വളരെയേറെ രീതിയിൽ കഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലാണ് ചെറുകിട വ്യാപാരികൾ. നാഷണൽ ഹൈവേ അധികാരികളുടെ ശ്രദ്ധയ്ക്ക് ഈ ഫുട്പാത്തിൻ്റെ സൈഡുകളിലും, അതായത് 2 വരിയായിട്ടാണ് ഇപ്പോൾ വണ്ടികൾ വിട്ടുകൊണ്ടിരിക്കുന്നത്. മണിക്കൂറുകളെടുത്താണ് ഓരോ വണ്ടിയും പാസ് ചെയ്തു പോകുന്നത്. ഇത് കാൽനട യാത്രക്കാർക്ക് പോലും പോകാൻ വയ്യാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. കുണ്ടും കുഴിയും വളരെ മോശപ്പെട്ട രീതിയിലുള്ള ഇതാണ്. വണ്ടികളിപ്പം ഇവിടുന്ന് അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ പറക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 100 മീറ്റർ കഴിയുമ്പോഴത്തേക്ക് വണ്ടി ഒരു പരുവാകും. ആ രീതിയിലാണ് വണ്ടികളുടെ പോക്ക്. ലോഡ് വണ്ടികളൊന്നും കൊണ്ടുപോകാൻ നിവൃത്തിയില്ല, സാധാരണക്കാരന് നടന്നു പോകാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് അധികാരികളുടെ ശ്രദ്ധയ്ക്ക് എത്രയും പെട്ടെന്ന് ഈ കൊട്ടിയം പ്രദേശത്തിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണം. അതല്ലെങ്കിൽ ഇവിടെ അങ്ങും ഇങ്ങുമെല്ലാം പണി കുറേശ്ശെ ചെയ്ത് കുണ്ടും കുഴിയാക്കിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ കച്ചവടക്കാർക്ക് എന്നുള്ള നിലയിൽ, ഞാനിവിടെ 50 കൊല്ലം കൊണ്ട് വ്യാപാരം ചെയ്യുന്ന ഒരാളാണ്. വളരെ ബുദ്ധിമുട്ടാണ് ദിവസവും അനുഭവിക്കുന്നത്. ഈ വഴി ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് സാധനങ്ങൾ വാങ്ങാൻ ആരും തന്നെ വരുന്നില്ല. വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അധികാരികൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും നാഷണൽ ഹൈവേ അതോറിറ്റി അവർ ഈ എഴുന്നഴിഞ്ഞുള്ള പണി അവസാനിപ്പിച്ച് എത്രയും പെട്ടെന്ന് ഈ കൊട്ടിയം പ്രദേശത്തിൻ്റെ പണി അവസാനിപ്പിച്ച് ഞങ്ങളെ സഹായിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടു. കൊട്ടിയം ടൗണിലെ ബിസിനസ്സുകാരനാണ്. ഇപ്പോൾ ഈ ജനങ്ങൾക്ക് ഇവിടെ ഈ ബ്രിഡ്ജ് വരുന്നതിന് മുമ്പ് എല്ലാവർക്കും സുരക്ഷിതമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാനും ഇവിടുന്ന് അപ്പുറത്ത് പോകാനും ഇപ്പുറത്ത് വരാനുമുള്ള ഒരു മാർഗം ഉണ്ടായിരുന്നു. ഈ കെട്ടിയടപ്പ് വന്നതിന് ശേഷം ഈ കണ്ടാലൂർ റോഡ്, ഇത് മയ്യനാട് റോഡ്, ഇത് ഹോസ്പിറ്റൽ റോഡ്, ഈ റോഡ് കറങ്ങണമെങ്കിൽ ഒരു 2 കിലോമീറ്റർ പോയിട്ട് വേണം ചുറ്റി വരേണ്ടത്. അതേപോലെ തന്നെ ഈ റോഡ് പോയിട്ടാണെങ്കിൽ കിംസിൻ്റെ അടുത്തുനിന്ന് ഇറങ്ങി വരണം. ആട്ടോക്കാർക്ക് വന്ന് കയറാനൊക്കുന്നില്ല. മറ്റൊരു കാൽനട യാത്രക്കാർക്കൊന്നും സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്നില്ല. ഞങ്ങളെപ്പോലുള്ളവർക്ക് ഒരു ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോകാനോ പിടിക്കാനോ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ്. ഞാനും ഒരു വഴിയോര കച്ചവടക്കാരനാണ്. ജീവിക്കാൻ മാർഗ്ഗമില്ലാത്തതുകൊണ്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഇന്ന് ഇത് വന്നതിന് ശേഷം വളരെ ബുദ്ധിമുട്ടാണ്. കാര്യത്തില്ല, ഒന്നും പ്രതീക്ഷിക്കില്ല. ഇനി കൊട്ടിയം നശിച്ചെന്നുള്ളതാണ് പറയുന്നത്. കാരണം ഈ റോഡ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മേളിൽ കൂടെ വാഹനം പോയി കഴിഞ്ഞാൽ ആരും ഇങ്ങോട്ട് ഇറങ്ങില്ല. ഇവിടുത്തെ ഈ ലൈനിൽ കൂടെ വന്ന് വരുന്ന വാഹനങ്ങൾ ആരും വണ്ടി നിർത്താനുള്ള സൗകര്യമില്ല. ഒരു വണ്ടി നിർത്തിയെങ്കിലല്ലേ ആളെ കടക്കേറി സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റൂ. ഇത് അതിനും പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഈ NH66 കാര്യം 66 NH66 അല്ലെങ്കിൽ NHൻ്റെ കാര്യമാണ് ഈ പറയാൻ ഉദ്ദേശിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ്
നമ്മൾ ഇവിടെ കണ്ടതാണ്. ഇത് IAS ഒരു മലക്കറി കടയാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാനും ഈ നാട്ടുകാരനാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാർ ഇവിടെ പാർക്ക് ചെയ്തിരുന്നു. ആ കാറിൽ ഇരുന്ന വ്യക്തി നമ്മുടെ പ്രശസ്ത സിനിമാ നടനായ സിദ്ദീഖായിരുന്നു. അദ്ദേഹം ഒരുപാട് ദൂരെ നിന്ന് വന്ന് മലക്കറി ഇവിടെ വാങ്ങണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ പാർക്ക് ചെയ്തത്. ഇവിടെ പാർക്ക് ചെയ്ത് എനിക്ക് ആ കാലം ഓർമ്മയുണ്ട്. ഇവിടെ പാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് മലക്കറി മേടിച്ചുകൊണ്ടാണ് അദ്ദേഹം പോയത്. ഇനിയൊരു കാലം വരുമ്പോൾ നമുക്ക് ഈ റോഡ് അങ്ങ് പോകും, പക്ഷേ കച്ചവടക്കാർക്ക് കച്ചവടം ഉണ്ടാവില്ല. ഇത് തന്നെയാണ് അവർക്ക് പറയാനുള്ളത്. കച്ചവടക്കാർക്ക് കച്ചവടം ഉണ്ടാവുന്നില്ല, പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ട്, യാത്രക്കാർക്ക് ഈ പരിസരത്തിലുള്ള യാത്രക്കാർക്ക് യാത്രാ ബുദ്ധിമുട്ടുകളും, ഇതാണ് പറയാനുള്ളത്. ഇതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ പറയുന്നത് ഇത് പ്രാക്ടിക്കലായില്ല, തിയോറിറ്റിക്കലായ ഒരു ആശയമാണ് മുന്നോട്ട് പോയത്, ഒരു വിഷയവും ഒരു സംഭവവും ഉണ്ടായത്. ഇതിന് വേണ്ടി അധികൃതർ, നാഷണൽ ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും ഒരു പരിഹാരം ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരു പരിഹാരം കാണണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. നന്ദി, നമസ്കാരം.